എന്താ ഫാൻസി ഡ്രസ്സിന് പോവാണോ? ഒന്നെങ്ങോട്ട് തിരിഞ്ഞേ. ഹായ് എവരി വൺ, ഞാനൊരു ഫാൻസി ഡ്രസ്സിൻ്റെ കഥ പറയാനാട്ടോ വന്നത്. ഇത് നടക്കുന്നത് ഡോക്ടർ രാജു ഡേവിസ് ഇൻ്റർനാഷണൽ സ്കൂൾ മാള, അവിടെയാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ എൻ്റെ ഇളയ മോൻ LKG Bയിലാണ് അവിടെ പഠിക്കുന്നത്. A തുടങ്ങി H വരെ ഡിവിഷൻസ് ഉണ്ട് കേട്ടോ. ഓരോ ക്ലാസ്സിൽ ഏകദേശം ഒരു 30 സ്റ്റുഡൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് അഡ്മിഷൻ എടുത്തതും ടോട്ടൽ സ്റ്റുഡൻസ്, അതായത് +2 വരെ അഡ്മിഷൻ എടുത്തതും ഈ സ്കൂളിൽ തന്നെയാണ് കേട്ടോ, കേരളത്തിലേക്കും വെച്ചിട്ട്. അങ്ങനെ ആണ് കേട്ടത്. ഓക്കെ, എനിവേ കം ടു അവർ മാറ്റർ. അപ്പോൾ ഇത്തവണത്തെ ഇതൊരു കോമ്പറ്റീഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ ഗപ്പൊന്നും കിട്ടിയില്ല. എൻ്റെ മോനിരിക്കുന്നുണ്ടോ, ആ ഗ്രീൻ കുർത്തയിട്ട് ആൾക്ക് കുറേ കുട്ടികൾ കരയണ കണ്ടപ്പോൾ ആൾക്കും കരച്ചിൽ വന്നു. അപ്പോൾ ഇത് LKG AD ആയിരുന്നു കേട്ടോ, C അനിമൽസിൻ്റെ ആയിരുന്നു അവർക്ക് കൊടുത്ത തീം. നെക്സ്റ്റ് LKG B ട്രഡീഷണൽ കൾച്ചേഴ്സ് ആയിരുന്നു. ഏത് കൾച്ചറാവാം, കുഴപ്പമില്ല. അപ്പോൾ കുറേ കുട്ടികൾ ഇതുപോലെ ജുബ്ബയും മുണ്ട കൊടുത്ത് വന്നിട്ടുണ്ട്, ധോത്തിയെ കൊടുത്തിട്ട് വന്നിട്ടുണ്ടായി. കുറേ പേര് സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോന് ഇതെല്ലാം വച്ച് കൊടുത്താലും ആളത് നശിപ്പിക്കും കേട്ടോ, നശിപ്പിച്ച് അതൊക്കെ വലിച്ചു പറിച്ച് കളയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു കുർത്തിയും ധോത്തിയും പുതിയതായിട്ട് വാങ്ങിച്ചപ്പോൾ നമുക്ക് പിന്നെയാണെങ്കിലും അത് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതേ ഈ റോബോട്ടിനെ പോലെ നടന്നു വരുന്ന കണ്ടോ ആൾ, ഇതാണ് എൻ്റെ രണ്ടാമത്തെ മോൻ. അത്രയും. അപ്പോൾ അവൻ നേരെ എൻ്റെ അടുത്തേക്ക് കേട്ടോ വരുന്നത്. എൻ്റെ ഫോൺ പിടിച്ച് നിൽക്കുന്നുണ്ടിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ഇനി നമുക്ക് അവൻ പറയുന്നത് കേൾക്കാം. പിന്നെ വന്നത് നല്ലൊരു സുന്ദരി മലയാളി മങ്കയാണ് കേട്ടോ. ആ കുട്ടിയുടെ ഡ്രസ്സും കോസ്റ്റ്യൂം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പോഴാണ് ഒരു പെങ്കൊച്ചില്ലാത്തതിൻ്റെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കുറേ തീമുകളുണ്ടായിരുന്നു കേട്ടോ. ഇത് ഒരുപാട് ഡിവിഷൻസ് ഉള്ള കാരണം ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ തീമാണ് കൊടുത്തത്. ചിലവർക്ക് കാർട്ടൂൺ കഥാപാത്രങ്ങൾ അതിന് കൊടുത്തു. ചിലവർക്ക് ഫ്ലവേഴ്സാണ്, കണ്ടോ ഫ്ലവേഴ്സൊക്കെ വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അവരുടെ പാരൻസും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അവർ വേറെ ആർട്ടിസ്റ്റിനെ കൊണ്ടത് ഈ ഒരു ഫ്ലവർ കേട്ടോ, ഹിബിസ്കസ്, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊച്ചു പറഞ്ഞതും അവരുടെ അത് ആ കുട്ടിയെ അവതരിപ്പിക്കാൻ വന്നപ്പോൾ എല്ലാവരും ഫോൺ എടുത്തുകൊണ്ട് വന്ന് ഫോട്ടോ കൊടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചെറിയൊരു പെൺകുട്ടിയാണ് കേട്ടോ, നല്ലൊരു കുട്ടി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കണ്ണ് കേട്ടാതിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ കുറേ തീമുകളുണ്ടായിട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ സിൻഡ്രല്ലയൊക്കെ വന്ന്, അതുപോലെ തന്നെ കോമിക് ക്യാരക്ടേഴ്സ്, ഇതാണ് കേട്ടോ ഇതൊക്കെ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിള്ളേർ, കിങ്ങും പ്രിൻസൊക്കെ ആയിട്ട്. ഇതെൻ്റെ മോൻ, അവൻ്റെ ഗോഷ്ഠികളാണത്. പിന്നെ ഇതാണ് കേട്ടോ മൊത്തം പാരൻസ്. കുറേ പേരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, എല്ലാവർക്കും പനിയും ജലദോഷമൊക്കെ ആയിട്ട് വന്നവരുടെ. ഇത് കണ്ടോ, ഇത് ഫ്രൂട്ട്സിൻ്റെ കേട്ടോ, ഇത് ഫ്രൂട്ടാണ്, ഫ്രൂട്ടുകൾ. പിന്നെ ഒരു കോക്കനട്ട് ഒക്കെ വെച്ചിട്ടൊരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ, കോക്കനട്ട് ഷെല്ലൊക്കെ വെച്ചിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസം. ദേ പോകുന്നു കോക്കനട്ട് ഷെൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. താങ്ക് യു സോ മച്ച്.